വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. സന്തോഷമുണ്ടാവണം. മേരാ ദിൽ തടപ് രഹാ ഹേ, മേരാ ജൽ രഹാ ഹേ സീന, ബസ് ഏക് ഹി ദവാ ഹേ, മുझे ലേ ചലോ മദീന. എൻ്റെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം ശക്തിയായി പിടക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ രോഗത്തിന് ഒരേ ഒരു മരുന്ന് മാത്രമാണ്, അത് മദീനയിലേക്ക് പോവലാണ്. നമ്മൾ ഈ ഫോട്ടോയിലും അതുപോലെ സ്റ്റാറ്റസിലൊക്കെ കണ്ട പച്ചക്കുബ്ബ അതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അല്ലാഹ് വല്ലാത്തൊരു ഫീലിംഗാണ്. അവിടെ ചെന്നിട്ട് അല്ലേ, അവിടെ ചെന്നിട്ട് ആ കുബ്ബ ഇങ്ങനെ നോക്കി, എത്രയോ ആളുകളാണെന്നറിയോ കുബ്ബ നോക്കി ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുക. മദീന പള്ളിയുടെ പുറത്ത് ഒരുപാട് വിശാലമായ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് പേരാണ് ഇങ്ങനെ ഇരുന്നിട്ട്, ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ഉമ്മ ഉണ്ടാവും, അപ്പോൾ എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ ആ കുബ്ബ ഇങ്ങനെ പച്ച കുബ്ബ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക. ഒരുപാട് പേരാണ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കും താമസിയാതെ ആ പരിപാവനമായ ആ മദീന കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. മദീനയെ പറ്റി നമ്മുടെ മക്കളൊക്കെ പാടൂല്ലേ മദ്രസയിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ഹൃദയത്തെ തറക്കുന്നൊരു പാട്ടാണ്. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അതിലൊരു വരിയുണ്ട്, പറന്നു പറന്നു മദീന പോവണം, ചിറകൊടിന് റൗള ഷരീഫിൽ കൂടണം, അന്ത്യമങ്ങ് ജന്നത്തുൽ ബഖീഇലാവണം, തിരുമുത്തിൻ കൂടെ സുവർഗം പൂകണം. അതായത് ഒരു പക്ഷിയോടാണ് ഉപമിക്കുന്നത്. പറന്ന് പറന്ന് പക്ഷിയെ പോലെ മദീനയിൽ ചെന്നിട്ട് ചിറകൊടിഞ്ഞ് പറഞ്ഞാൽ പിന്നെ മദീനയിൽ നിന്ന് പോകാൻ പറ്റൂല, പിന്നെ പറക്കാൻ പറ്റൂല. അപ്പൊ ചിറകൊടിഞ്ഞ് മദീനയിൽ കിടന്ന് അവിടെ അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണ് അല്ലെ. നമുക്ക് സന്തോഷമാണ് മദീന. ഞാനൊന്നും ജീവിതത്തിൽ ഒട്ടും വിചാരിച്ചില്ല, കാരണം ഇത്രയും വേഗത്തിൽ പോകാൻ പറ്റുമെന്ന്. പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേഗത്തിൽ കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് പോകാൻ പറ്റി. ഞങ്ങൾക്കുമൊക്കെ മദീനയിൽ പോവാൻ നീ ഒരുപാട് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇപ്പോഴേ നിയത്ത് വെക്കുക, പടച്ചോനെ എനിക്ക് മദീനയിൽ ചെല്ലണം, എനിക്ക് മദീനയിൽ പോവണം. നമ്മളൊക്കെ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് താമസിയാതെ നമുക്ക് മദീനയിലെത്താം. മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന് നമുക്ക് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ. ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മദീനയിൽ ചെല്ലാം, മുത്തുനബിയെ കാണാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഈ സ്വലാത്ത് നമുക്ക് നിത്യമാക്കാൻ അല്ലാഹു തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ. മദീനയിൽ എത്തിപ്പെടാൻ എത്രയോ ആളുകൾ കൊതിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഉപ്പമാര് മദീന കാണാൻ കൊതിക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. അവർക്ക് മദീന കാണാൻ ഭയങ്കര ആഗ്രഹം. അവര് 20-ാമത്തെ വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്യുകയാണ്. വീട്ടുജോലി ചെയ്ത് 30 വർഷം അവർ വീട്ടുജോലി പല വീടുകളിലും ചെന്ന് വീട്ടുജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൂട്ടി അവസാനം അവരുടെ 50-ാമത്തെ വയസ്സിലാണ് അവർ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. നേരെ ചെന്നു ജിദ്ദ എയർപോർട്ടിൽ, നേരെ പോയി മക്കയിലേക്ക്. അവർ ഉംറയെല്ലാം കഴിഞ്ഞവർ മദീനയിലേക്ക് പോവുകയാ. മദീനയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ അവർക്ക് മതിയാവോളം കണ്ടിട്ട് അവരവിടെ സുജൂദിൽ കിടന്നിട്ട് മരണപ്പെട്ട ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. മദീനയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. മദീനയിൽ ചെന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ മദീനയെ നാം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ് ഗുണം, മദീനയെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്, മദീനക്ക് ആ ഒരു ശ്രേഷ്ഠത വരാനുള്ള കാരണം എന്താണ്, നമുക്ക് മദീനയിൽ ചെല്ലാൻ, അള്ളാഹിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ, അതുപോലെ തന്നെ മദീനയിൽ ചെന്ന് നബി തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പറ്റിയ, വേഗത്തിൽ പറ്റുന്ന, ഒരു ചെലവുമില്ലാത്ത ഒരു കുഞ്ഞു സ്വലാത്ത്, അതും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേഗത്തിൽ മദീനയിലെത്താൻ പറ്റും, നബി തങ്ങളുടെ റൗള ഷരീഫ് കാണാൻ പറ്റും. അത് അല്ലാഹു തആല തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ,
സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്ന നിരവധി പേര് ഇപ്പോൾ മദീനയിലുണ്ട്. ചില വീഡിയോകളുടെ താഴെ കമന്റ് വായിച്ചാൽ കാണാൻ പറ്റും, ഉസ്താദ് ഞങ്ങളിപ്പോൾ മദീനയിൽ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്, ഞങ്ങൾക്കും വേണ്ടി ദ്വാരക്കണം. അവിടെ നല്ല ചൂട് കാറ്റാണ്, കണ്ണിന് വലിയ അസ്വസ്ഥത, കണ്ണിന് ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ട്. ഈ ചൂട് കാറ്റ് നമ്മുടെ പോലെയല്ലല്ലോ അവിടുത്തെ നാട്, അപ്പോൾ ഈ ചൂട് കാറ്റൊക്കെ ആയിട്ട് വലിയ പ്രയാസമുണ്ട്, പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഇപ്പോൾ നിലവിലുള്ളത് മദീനയിലാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഈ മദീനയെ പറ്റി പറയുമ്പോൾ ഒരു മനുഷ്യൻ ഹജ്ജിന് പോയിട്ട് അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ട് അവൻ മദീനയിൽ പോയില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണ്. അത് നബി തങ്ങളോടുള്ള ഒരു പിണക്കം പോലെയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചില ആളുകൾ അവരെന്താണ്, ഹജ്ജിന് പോകും, ഉംറക്ക് പോകും, മദീനയിലേക്ക് പോകില്ല. അതെന്താ? അത് ശിർക്കാണ്, കുഫറാണ്. അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇതാരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ മദീനയോടൊരു വെറുപ്പ് പോലെ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. ഈമാൻ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മദീനയെ സ്നേഹിക്കുക, മദീനയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ മദീനയിൽ കാണുന്ന കെട്ടിടങ്ങളെ സ്നേഹിക്കുക എന്നല്ല. മദീനയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ നാടിന് അത്രമാത്രം ശ്രേഷ്ഠത ഉണ്ടാവാൻ കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തായ റസൂലിനെ സ്നേഹിക്കാനും അവിടുത്തെ സ്വഹാബിമാരെ ഇഷ്ടം വെക്കാനും ആ മദീന പള്ളിയും അവിടുത്തെ ചുറ്റുപാടും അവിടുത്തെ ജനങ്ങളും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവണം. മേരാ ദിൽ തടപ് രഹാ ഹേ, മേരാ ജൽ രഹാ ഹേ സീന, ബസ് ഏക് ഹി ദവാ ഹേ, മുझे ലേ ചലോ മദീന. എൻ്റെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം ശക്തിയായി പിടക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ രോഗത്തിന് ഒരേ ഒരു മരുന്ന് മാത്രമാണ്, അത് മദീനയിലേക്ക് പോവലാൻ. ഇതൊരു കവി പാടിയ പാട്ടാണ്. ഈ കവി ഇങ്ങനെ പാടാനുള്ള കാരണം, ഒരുപാട് കാരണങ്ങൾ പറയുന്നതിൽ ഒരു ചരിത്ര സംഭവം വേഗത്തിൽ പറഞ്ഞു തരാം. അതായത് ഒരിക്കൽ ഷാം എന്ന് പറയുന്ന സ്ഥലം, അന്നത്തെ ഷാം ഇന്നത്തെ സിറിയ, അപ്പോൾ അവിടെ ഒരു ജൂതനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ജൂതനായ മനുഷ്യൻ, അയാൾ ഈ തൗറാത്ത്, അവരുടെ വേദഗ്രന്ഥമാണ് തൗറാത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. തൗറാത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ ആ തൗറാത്തിന്റെ പല സ്ഥലങ്ങളിലും മുഹമ്മദ് എന്ന പേര് കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ദേഷ്യമായി. കാരണം നമ്മുടെ മതഗ്രന്ഥത്തിൽ എന്തിനാ മറ്റൊരു മതത്തിലുള്ള പ്രവാചകന്റെ പേര് പറയുന്നത് എന്തിനാ? അയാൾക്ക് ദേഷ്യമായി. മുഹമ്മദ് എന്ന് ആ പേര് കാണുമ്പോൾ ആ പേജെല്ലാം കീറിക്കളയാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഓരോ ദിവസവും ഇയാൾ ഈ തൗറാത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ പേജും ഇങ്ങനെ കീറിക്കളയുക. കാരണം ആ പേജിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കാണുന്നു. ഇയാൾക്ക് ദേഷ്യമായി. അവസാനം ഇയാൾ തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, എന്തിനാണ് നമ്മുടെ ഈ തൗറാത്തിൽ ഈ മുഹമ്മദിനെ പറ്റി പറയുന്നത്, എന്തിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയുന്നു, മോനെ, നീ ആ മനുഷ്യനെ പറ്റി ഒന്നും പറയല്ലേ, ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നീ ചർച്ച ചെയ്യരുത്. കാരണം ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി നീ ചർച്ച ചെയ്താൽ നിന്റെ ജീവിതം വലിയ പ്രശ്നത്തിലാകും. എന്നിട്ട് പറയുന്നു, കദ്ദാബുൻ ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യുരീക. അതായത് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി സംസാരിക്കാനോ അതുപോലെ തന്നെ ആ മനുഷ്യനെ നീ കാണാനോ നിൽക്കരുത്, അത് നിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമാകും എന്ന് ഒരു കൂട്ടുകാരൻ ഈ ജൂതനായ മനുഷ്യന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അങ്ങനെ ഈ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരാള്, മുഖം വ്യക്തമല്ല, നല്ല സുഗന്ധമുള്ള ഒരു ശരീരം, നല്ല വെളുത്ത ശരീരം, മുഖം വ്യക്തമല്ല, ഒരാൾ വന്ന് ചോദിച്ചു, നീ എന്തേ എന്നെ കാണാൻ വരാത്തത്? അങ്ങനെ ഒരു ചോദ്യം. ഇയാൾ പെട്ടെന്ന് നെറ്റി എഴുന്നേറ്റു. ഇയാൾ വീണ്ടും തൗറാത്ത് എടുത്ത് നോക്കുമ്പോൾ അതിലെല്ലാം, ഇയാൾ നോക്കുന്ന ആ പേജിലെല്ലാം കാണുന്നത് മുഹമ്മദ് എന്ന പേരാണ്. ഇത് ചരിത്രത്തിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ പറ്റിയ ഒരു ചരിത്ര സംഭവം. അങ്ങനെ ഇയാൾ ഉറപ്പിച്ചു, എനിക്ക് മദീനയിലേക്ക് പോകണം, എന്തോ എന്നെ ആരോ കാത്തിരിപ്പുണ്ട്, എനിക്ക് മദീനയിലേക്ക് പോകണം. ഇയാൾ ഒരുപാട് മാസം സഞ്ചരിച്ച്, ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ സഞ്ചരിച്ച് മദീനയിലേക്ക് എത്തുകയാണ്. മദീനയുടെ അതിർത്തിയിൽ ചെന്നു. മദീനയുടെ അതിർത്തിയിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ആള് വളരെ കുറവാണ്. നോക്കുമ്പോൾ ഒരാൾ അവിടെ നിൽപ്പുണ്ട്. നേരെ അങ്ങോട്ട് ചെന്നു. നേരെ ചെന്നപ്പോൾ നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ചോദിക്കുകയാണ്, അന്ത മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദാണോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുഹമ്മദ് അല്ല, ഞാൻ മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ആളാണ്, അത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. അപ്പോൾ ചോദിച്ചു, ഐന മുഹമ്മദ്, എവിടെയാണ് മുഹമ്മദ്? ആ സമയത്ത് സൽമാനുൽ ഫാരിസി തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങുകയാണ്. നബി തങ്ങളുടെ പേര് കേട്ടപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഈ സൽമാനുൽ ഫാരിസി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ ജൂതനായ മനുഷ്യനെയും കൊണ്ട് നേരെ മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സ്വഹാബിമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ചെന്ന പാടെ തന്നെ ചോദിക്കുകയാണ്, ഐന മുഹമ്മദ്, എവിടെയാണ് ഈ കൂട്ടത്തിൽ മുഹമ്മദ് ഉള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ സ്വഹാബിമാരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്.
നബി തങ്ങളുടെ പേര് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ കരയാൻ തുടങ്ങി. എല്ലാവർക്കും വലിയ സങ്കടമായി. മുഹമ്മദ് നബി എവിടെയാണ്? ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. എന്നിട്ട് ആ ജൂതനായ മനുഷ്യന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സമാധാനത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അല്പം താമസിച്ചു പോയി. നമ്മുടെ നേതാവ്, നിങ്ങൾ അന്വേഷിക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വഫാത്തായിട്ട് ഇന്നേക്ക് ദിവസങ്ങൾ കഴിയുകയാണ്. ആ മനുഷ്യൻ അതാ അലറി വിളിക്കുകയാണ്. അയാൾ പറയുന്നു, യാ ലൈതനി ലം തലിദിനി ഉമ്മി അല്ലാഹുമ്മ ഇൻ ഖബിൽതു ഇസ്ലാമി ഫഖ്ബിൽ റൂഹി അസ്സാഅ വഗസലഹു അലിയുൻ വദഫനഹു ഫിൽ ബഖീഅ എന്ന് നമുക്ക് കിതാബിൽ കാണാം. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാത്തൊരു സമയമാണല്ലോ, ഞാൻ താമസിച്ചു പോയല്ലോ, ഞാൻ വളരെയധികം താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കുറച്ച് മണ്ണെടുത്ത് അയാൾ തലയിലിട്ടിട്ട് ഷഹാദത്ത് പറയുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അയാൾ ദുആരക്കുന്നു, പടച്ചോനെ ഞാനിതാ മുസ്ലിം ആയിരിക്കുകയാണ്, ഞാൻ ഈ മദീനയിൽ വന്നിട്ട് മുസ്ലിം ആയിരിക്കുകയാ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഇസ്ലാം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ എൻ്റെ റൂഹിനെ ഇപ്പോൾ തന്നെ പിടിക്കണേ, എനിക്കിനി മുത്തുനബി ഇല്ലാത്ത മദീന കാണണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദുആരക്കുന്നു. ഉടൻ തന്നെ അയാൾ അവിടെ മരിച്ചു വീഴുന്നു. വഗസലഹു അലിയുൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അയാളെ കുളിപ്പിക്കുന്നു. വദഫനഹു ഫിൽ ബഖീഅ, ജന്നത്തുൽ ബഖീഇൽ ആ മനുഷ്യനെ ഖബറടക്കം നടത്തുകയാണ്. അതാണ് മദീന, അതാണ് മദീന. മദീനയുടെ ചരിത്രം അല്ലെ, മദീനയിൽ എത്തിപ്പെടാൻ എത്രയോ ആളുകൾ കൊതിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ഉമ്മമാര്, എത്രയോ ഉപ്പമാര് മദീന കാണാൻ കൊതിക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ ആ വലിയ സിറ്റിയിൽ നിന്നും ഒരു ഉമ്മ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണ്. അവർക്ക് മദീന കാണാൻ ഭയങ്കര ആഗ്രഹം. അവര് 20-ാമത്തെ വയസ്സ് മുതൽ വീട്ടുജോലി ചെയ്യുകയാണ്. വീട്ടുജോലി ചെയ്ത് 30 വർഷം അവർ വീട്ടുജോലി പല വീടുകളിലും ചെന്ന് വീട്ടുജോലികളൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൂട്ടി അവസാനം അവരുടെ 50-ാമത്തെ വയസ്സിലാണ് അവർ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. നേരെ ചെന്നു ജിദ്ദ എയർപോർട്ടിൽ, നേരെ പോയി മക്കയിലേക്ക്. അവർ ഉംറയെല്ലാം കഴിഞ്ഞവർ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ അവർക്ക് മതിയാവോളം കണ്ടിട്ട് അവരവിടെ സുജൂദിൽ കിടന്നിട്ട് മരണപ്പെട്ട ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ പറഞ്ഞു വന്നത്, മദീന കാണാൻ കൊതിക്കുന്ന എത്രയോ ആളുകൾ. മദീന എന്ന് മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ദാറുൽ ഈമാൻ, ദാറുൽ ഹിജ്റ, ദാറുസ് സുന്ന, ദാറുസ് സലാമ, ദാറുൽ അമാന, ഖുബ്ബത്തുൽ ഇസ്ലാം, അറുലുൽ ഹിജ്റ, ദിറുൽ ഹസീൽ തുടങ്ങി ഒരുപാട് പേരുണ്ട്. മദീനയുടെ പഴയ പേരെന്താണെന്നറിയോ? യസ്രിബ് എന്നായിരുന്നു. മദീനയുടെ പഴയ പേര് യസ്രിബ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണ് യസ്രിബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ യസ്രിബ് എന്ന പേരിന്റെ അർത്ഥം എന്താ? ദുശ്ശകുനം, അപലക്ഷണം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നു. അത് വല്ലാത്തൊരു ചരിത്രമാണ്. നബി തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീന. അല്ലേ, എത്ര സുന്ദരമാണ് ആ വരികൾ കേൾക്കാൻ. സ്വഹാബിമാർ ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ സ്വീകരിക്കാൻ ഇങ്ങനെ ദഫ് മുട്ടി പാടി എന്നാണ് പറഞ്ഞു വന്നത്. നബി തങ്ങൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ യസ്രിബ് എന്നല്ല ഇനി തൊട്ടും ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത്, ഇത് ത്വയ്ബയാണ്. ഹിയ ത്വാബ, ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ്, പൂങ്കാവനമാണ്. മൻ സമ്മൽ മദീന, ഒരു മനുഷ്യൻ മദീനയെ യസ്രിബ് എന്നെങ്ങാനും പറഞ്ഞാൽ ഫൽ യസ്തഗ്ഫിർ, അവൻ ഇസ്തിഗ്ഫാർ പറഞ്ഞു കൊള്ളട്ടെ എന്നാണ്. യസ്രിബ് അല്ല, ദുശ്ശകുനമുള്ള നാടല്ല, ഇത് ത്വയ്ബയാണ്, പൂങ്കാവനമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, മദീനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ, അല്ലേ, നമ്മളൊക്കെ മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ താമസിയാതെ നമുക്ക് മദീനയിലെത്താം. മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന് നമുക്ക് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആരക്കാം. ഒരുപാട് അല്ലെ, നമുക്ക് സന്തോഷമാണ് മദീന ചെല്ലുമ്പോൾ. ഞാനൊക്കെ പോയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഞാനൊന്നും ജീവിതത്തിൽ ഒട്ടും വിചാരിച്ചില്ല, കാരണം ഇത്രയും വേഗത്തിൽ പോകാൻ പറ്റുമെന്ന്. പോകാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേഗത്തിൽ കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ പോവാൻ പറ്റി. ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് മദീനയിൽ ചെന്നവരുണ്ട്, പോയവരുണ്ട്, ഇനി പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഫോട്ടോയിലും അതുപോലെ സ്റ്റാറ്റസിലൊക്കെ കണ്ട പച്ചക്കുബ്ബയുണ്ടല്ലോ, അതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അല്ലാഹ് വല്ലാത്തൊരു ഫീലിംഗാണ്. അവിടെ ചെന്നിട്ട് കുബ്ബ ഇങ്ങനെ നോക്കി, എത്രയോ ആളുകളാണെന്നറിയോ കുബ്ബ നോക്കി ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുക.
പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കിടക്കാം. ഈ റൗദ ഷരീഫിന്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ പ്രത്യേകമായ പാസൊക്കെ എടുക്കണം. മദീന പള്ളിയുടെ പുറത്തു വിശാലമായ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് പേരാണ് ഇങ്ങനെ ഇരുന്നിട്ട്, ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ഉമ്മ ഉണ്ടാവും, അപ്പോൾ എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ ആ കുബ്ബ ഇങ്ങനെ പച്ച കുബ്ബ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുക. ഒരുപാട് പേരാണ് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ പടച്ചോനെ ഞങ്ങൾക്കും താമസിയാതെ ആ പരിപാവനമായ ആ മദീന കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലേ, ഒരു ദിവസം ആകാശവും ഭൂമിയും തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടായ ഒരു ചരിത്രം മഹാനിമാം ഖുർത്തുബി തങ്ങളൊക്കെ പറയുകയാണ്. ഒരു ചരിത്രം, അതായത് ആകാശവും ഭൂമിയും തമ്മിൽ ഭയങ്കര ഒരു സംഘട്ടനം, ഒരു തർക്കമുണ്ടായി. ആകാശം പറഞ്ഞു, ഭൂമിയോട് പറയുന്നു, എന്താ ഭൂമിയെ, എൻ്റെ മുകളിലാണ് അള്ളാഹു അർശും കുറുസും ലൗഹും കലമും സ്വർഗം നരകം മീസാൻ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എൻ്റെ മുകളിലാണ്, അതുകൊണ്ടാണ് എനിക്കാണ് ശ്രേഷ്ഠത എന്ന് ആകാശം പറഞ്ഞ സമയത്ത് ഭൂമി ഒരൊറ്റ വാക്യ പറഞ്ഞുള്ളൂ, നിന്റെ മുകളിൽ അർശുണ്ട്, കുറുസുണ്ട്, ലൗഹുണ്ട്, കലമുണ്ട്, മലക്കുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇൻദലി മുഹമ്മദ് മുസ്തഫ, എൻ്റെ ഉള്ളിലാണടോ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മേരി ബത്തിനി മേ താജ്ദാറേ മദീന, എൻ്റെ ഉള്ളിലാണ് മുത്തായ റസൂൽ കിടക്കുന്നത്. മദീനയുടെ രാജാവ്, ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ ആകാശം വേറെ ഒന്നും പറഞ്ഞില്ല എന്നാണ്, ആകാശത്തിലൊന്നും പറയാൻ കിട്ടിയില്ലെന്നാണ്. അല്ലേ, എത്രയോ ആളുകളാണ് മദീനയെ പ്രണയിച്ചത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരിക്കലും ചെരുപ്പിട്ട് മദീനയിലേക്ക് കടന്നിട്ടില്ലെന്നാണ്. ചെരുപ്പിട്ട് മദീനയുടെ അതിർത്തിയിലേക്ക് കടന്നാൽ പിന്നെ ചെരുപ്പ് ഊരി വെക്കും. എന്തേ, ആ അള്ളാന്റെ റസൂലിൻ്റെ ആ പാദങ്ങൾ പതിഞ്ഞ മണ്ണിൽ ഞാൻ എങ്ങനെ ചെരുപ്പിട്ട് നടക്കുമെന്ന് പറഞ്ഞ മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ എത്രയോ ആളുകൾ മദീനയെ പ്രണയിച്ചു. പല ആളുകളും ഈ മദീനയിൽ ചെല്ലുമ്പോൾ മദീനയിലെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. മദീനയിലെ മണ്ണ് കുറച്ചെടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു, അങ്ങനെ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യം. അപ്പോൾ അതൊരു ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹുബിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം. പക്ഷെ അത് പലപ്പോഴും അദബ് കേടായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഉസ്താദുമാരൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്, അത് നമ്മൾ അവിടെ ചെന്നാൽ തന്നെ നമുക്കത് ശ്രേഷ്ഠതയാണ്. നമ്മളവിടെ ചെന്ന് നമ്മുടെ കാല് ആ മദീനയുടെ മണ്ണിൽ തന്നെ വെച്ചാൽ അത് വലിയൊരു ശ്രേഷ്ഠതയാണ്. ഞങ്ങൾക്കുമൊക്കെ മദീനയിൽ പോവാൻ നീ ഒരുപാട് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, മദീനയെ പറ്റി നമ്മുടെ മക്കളൊക്കെ പാടൂല്ലേ മദ്രസയിൽ, ഇഷ്ടം മദീന എന്നിഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അത് വല്ലാത്തൊരു അർത്ഥവത്തായി വരിക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മദീനയെ പറ്റി ഒരുപാട് പാട്ടുണ്ട്, ഹൃദയത്തെ തറക്കുന്നൊരു പാട്ടാണ്. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അതിലൊരു വരിയുണ്ട്, പറന്നു പറന്നു മദീന പോവണം, ചിറകൊടിന് റൗള ഷരീഫിൽ കൂടണം, അന്ത്യമങ്ങ് ജന്നത്തുൽ ബഖീഇലാവണം, തിരുമുത്തിൻ കൂടെ സുവർഗം പൂകണം. പക്ഷിയോടാണ് ഉപമിക്കുന്നത്. പറന്ന് പറന്ന് പക്ഷിയെപ്പോലെ മദീനയിൽ ചെന്നിട്ട് ചിറകൊടിഞ്ഞ് പറഞ്ഞാൽ പിന്നെ മദീനയിൽ നിന്ന് പോകാൻ പറ്റൂല, പിന്നെ പറക്കാൻ പറ്റൂല. അപ്പൊ ചിറകൊടിഞ്ഞ് മദീനയിൽ കിടന്ന് അവിടെ അള്ളാന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാണ്. അല്ലെ, മദീനയിൽ ചെല്ലുമ്പോൾ മദീന ഒരുപാട് പള്ളികളുണ്ട്. മസ്ജിദുൻ നബവി ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൻ നബവി. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റും. മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ബിലാൽ, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ സജദ, മസ്ജിദുൽ ഷെയ്ഖൈനി, മസ്ജിദുൽ ഹംസ, മിനാറത്തൈൻ, മസ്ജിദുൽ ജുമുഅ, മസ്ജിദുൽ സുഖിയ, ജന്നത്തുൽ ബഖീഅ, ഉഹദ്, ഖന്ദഖ് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ചരിത്ര സ്ഥലം. ഇതൊക്കെ നമ്മൾ പോകണം ഇൻഷാ അല്ലാഹ്. ഇപ്പോഴേ നിയത്ത് വെക്കുക, പടച്ചോനെ എനിക്ക് മദീനയിൽ ചെല്ലണം, എനിക്ക് മദീനയിൽ പോകണം. ആദ്യം നമ്മൾ ഒന്ന് ഉംറക്ക് പോയിട്ട് വന്നിട്ട് ഹജ്ജിന് പോയാൽ അത് വലിയൊരു ഖൈറാണ്. കാരണം നമുക്ക് ആ സ്ഥലമൊക്കെ പെട്ടെന്ന് പരിചയമുണ്ടാകും. ആദ്യം ഒന്ന് ഉംറക്ക് പോകണം, പ്രത്യേകിച്ച് മദീനയിൽ ചെല്ലണം. മദീനയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ ആഗ്രഹം സഫലീകരിക്കാൻ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ഞാൻ ഈ ഒരു സമയത്ത് പറഞ്ഞു തരാം. നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ മദീനയിൽ ചെല്ലണം. അള്ളാഹു എനിക്ക് മുത്തായ റസൂലിനെ സ്വപ്നത്തിൽ കാണണം, ആ മദീനയിൽ ചെല്ലണം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങൾ പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പോയവർക്ക് ഇനിയും പോവാൻ, പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്ന സമയത്ത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതം വല്ലാത്തൊരു അത്ഭുതം. ഞാൻ പറയുന്നത്, നബിതങ്ങൾ ജനിക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വീട് പണിയപ്പെട്ടു എന്നാണ്. തുബ്ബ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഖുർആനിലൊക്കെ പറയപ്പെട്ട ആളാണ്. ഖൗമു തുബ്ബ, സൂറത്തു ദുഖാനിൽ അത് പറയുന്നുണ്ട്. തുബ്ബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ ഒരു നല്ല മനുഷ്യനാണ്. അതായത് മൂപ്പര്
നല്ല മനുഷ്യൻ എന്ന് പറയാൻ കാരണം മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു വീട് പണിത ആളാണ്. നബി തങ്ങൾ ജനിക്കുന്ന ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ലോകത്തിലെ പല സ്ഥലങ്ങളും ഇങ്ങനെ വെട്ടിപ്പിടിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, മക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു കഅബ എന്ന് പറയുന്ന ഒരു വലിയൊരു കെട്ടിടമുണ്ട്, അതിനെ കാണാൻ തവാഫ് ചെയ്യാൻ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും അതുപോലെ ഒരു കഅബ ഉണ്ടാക്കിയാൽ, അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ ആളുകളൊക്കെ നമ്മുടെ അടുക്കലേക്ക് വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലും കഅബ ഉണ്ടാക്കാം. അങ്ങനെ ഈ തുബ്ബഅ രാജാവ് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു കഅബ ഉണ്ടാക്കി. പക്ഷെ ആരും വന്നില്ല, എല്ലാവരും മക്കയിലേക്കാണ് പോകുന്നത്, എല്ലാവരും മക്കയിലേക്ക് കഅബ കാണാനാണ് പോകുന്നത്. ആ സമയത്ത് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ, ഈ രാജാവ് നേരെ മക്കയിലേക്ക് ചെന്നിട്ട് ആ കഅബ അങ്ങോട്ട് തകർത്ത് കളയാം എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ മക്കയിലേക്ക് പോവാൻ ഇങ്ങനെ അദ്ദേഹം തയ്യാറാകുമ്പോഴെല്ലാം ഇദ്ദേഹത്തിന് പല പ്രയാസങ്ങളും വന്ന് ആ യാത്ര മുടങ്ങി പോവുകയാണ്. മക്കയിലേക്ക് എത്തിപ്പെടാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു, എന്നാൽ മക്കയുടെ അടുത്ത മറ്റൊരു പ്രദേശമാണ് മദീന, അവിടെ ചെല്ലാം. അങ്ങനെ ഇദ്ദേഹം മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്, കാലമൊക്കെ നോക്കി പറയുന്ന, ഗണിച്ച് പറയുന്ന ഒരുപാട് ജ്യോത്സ്യന്മാരും മറ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറെ ജ്യോത്സ്യന്മാര്, കുറെ പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവേ, ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങൾ ഈ മദീനയിൽ തന്നെ, അന്ന് യസ്രിബ് എന്നാ പറയുക, ഞങ്ങൾ ഈ യസ്രിബിൽ തന്നെ കൂടുകയാണ്. മദീന യസ്രിബ് എന്ന് പറയാൻ പാടില്ലെന്നാണ്, അന്നത്തെ യസ്രിബ് ഇന്നത്തെ മദീന. അപ്പൊ മദീനയിൽ തന്നെ എല്ലാവരും കൂടി എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആരും ഇനി വരുന്നില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എൻ്റെ കൂടെ വരാത്തത്? ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകർ വരാനുണ്ട്, ആ പ്രവാചകരെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ ആർക്കെങ്കിലും കാണാൻ പറ്റിയാൽ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തരും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കൂടുകയാണ്. അങ്ങനെയാണ് ഈ മദീനയിൽ കൂടുതൽ ജനവാസം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ തുബ്ബഅ രാജാവ് എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇവിടെ മദീനയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഞാനൊരു വീട് പണിത് തരാം. എല്ലാവർക്കും അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു വീട് പണിത് കൊടുത്തു. എല്ലാവർക്കും വീട്, എല്ലാവരുടെയും വീടിനേക്കാളും ഒരു വലിയ വീട്, ഉയർന്ന വീട് അദ്ദേഹം പണിതിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ നബിതങ്ങൾക്ക് താമസിക്കാനുള്ളതാണ് ഈ വീട് എന്ന് പറയുകയും നബിതങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് തുബ്ബഅ എന്ന് പറയുന്ന ആളാണ് എഴുതുന്നത്. അതുപോലെ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞൊരു കത്തുണ്ട്, ആ കത്തും കൊടുത്തു എന്നാണ്. എന്നിട്ട് ഈ വീടും ഈ കത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് വരുന്നത് അപ്പോൾ കൊടുക്കണം. അങ്ങനെ തലമുറ കഴിഞ്ഞ് അവസാനം ആ വീടിന്റെ ഉടമസ്ഥനായി ആര് മാറി? മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ആ ഒരു കയ്യിലേക്ക് ആ വീടും ആ കത്തും എത്തുകയാണ്. കാരണം തലമുറ മാറി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നത്. നബി തങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും ഒരുങ്ങി. എല്ലാവരും പറഞ്ഞു, നബിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ആ ഒട്ടകം മുട്ടുകുത്തിയത് ഈ അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന്റെ മുന്നിലാണ്. ഈ വീട് ഏത് വീടാ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബഅ രാജാവ് പണിതു കൊടുത്ത വീടാണ്. അതായത് നബിതങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നബിതങ്ങൾ താമസിച്ചതെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ മദീനയൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കത്തിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നബിതങ്ങൾ കരയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾക്ക് വേണ്ടി തുബ്ബഅ രാജാവ് എഴുതി കൊടുക്കുന്ന കത്ത്. അല്ലാഹു തആല അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വലാത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് നമസ്കാരത്തിന് ശേഷം ചൊല്ലലാണ് ഏറ്റവും ഖൈർ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ളാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ളാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ളാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. അല്ലേ? അള്ളാഹുവേ, മുത്തായ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള ഖൈറും സമാധാനവും സന്തോഷവും നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട്. ഖദ് ളാഖത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. നബിയോട് നമ്മൾ പറയുന്ന രൂപത്തിലാണ്, അള്ളാഹിൻ്റെ ഹബീബിനോട് നമ്മൾ പറയുന്ന രൂപത്തിലാണ്. നബിയെ, എൻ്റെ മനസ്സിൽ ഒരു മുറാദുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറി. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട്. എന്താ മുറാദ്? എനിക്ക് മദീനയിലേക്ക് വരണം. ആ ഒരു മുറാദ് ഹാസിലാക്കി കിട്ടണം. ആ ഒരു മുറാദ് എനിക്ക് നിറവേറ്റി കിട്ടണം.
ആ ഒരു സ്വലാത്ത് ഒന്ന് പറഞ്ഞ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഖദ് ളാഖത് ഹീലതി അദ്രിക്നി മുറാദി യാ റസൂലല്ലാഹ്. നിസ്കാര ശേഷം പറയാൻ പറ്റുമോ? ഒറ്റവട്ടം പറഞ്ഞാലും മതി. അതല്ലാത്ത സമയത്ത് നമുക്ക് പറയാം. ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മദീനയിൽ ചെല്ലാം, മുത്തുനബിയെ കാണാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഈ സ്വലാത്ത് നമുക്ക് നിത്യമാക്കാൻ അല്ലാഹു തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മദീനയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ചയാണ് ഉദ്ദേശിച്ചത്. ചുരുങ്ങിയ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്തൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. ആ മദീനയിൽ ചെല്ലാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഒരുപാട് ദ്വാരക്കണം. മദീനയിൽ ചെല്ലാൻ, മക്കത്ത് ചെല്ലാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സിയാറത്ത് ചെയ്യാൻ, എല്ലാത്തിനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.